എന്തൊരു കഷ്ടം അത്. എത്ര നേരമായി തുടങ്ങിയിട്ട് എനിക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ എന്റെ പ്രശ്നം? നമ്മൾ ഈ അയൽവക്കക്കാരെ കൊണ്ട് തോറ്റു. ഈ ശ്യാമേട്ടന്റെ വീട്ടുകാരെ കൊണ്ട് കുടുങ്ങി. രാവിലെ ആയി തുടങ്ങും ഭാര്യയും ഭർത്താവും കൂടി അടി. ഓഫ്, ഇത് എത്ര കാലമായിട്ട് ക്ഷമിക്കുക. ഇതിനൊരു പരിധിയില്ലേ? ശരിയാണ്, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഞാൻ ആ ശ്യാമിന്റെ അച്ഛനും അമ്മേനെയും വിളിച്ച് പറയുന്നുണ്ട്. അവരോട് വന്നാൽ ശരിയാവും ഒക്കെ. ശ്യാമേട്ടാ, വല്ല ആവശ്യമുണ്ടോ കുട്ടികൾക്ക് ഈ ചിപ്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത്? ഞാനവർക്ക് എത്ര നല്ല ഭക്ഷണം കൊടുത്തിരുന്നതാ. നിങ്ങൾ ഓരോന്ന് അതിന് ഇഷ്ടമുള്ള തരത്തിൽ ഓരോന്നൊക്കെ മേടിച്ചു കൊടുക്കുന്നിട്ട് അവർക്ക് അത് മാത്രമേ വേണ്ടൂ. കുട്ടികളിപ്പോൾ എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണ്ടോ? അവർക്ക് എന്തെങ്കിലും പോഷകാഹാരം കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ കുട്ടികളെ പറ്റിയിട്ട്? മാലു, നീ രാവിലെ തന്നെ വെറുതെ ഉടക്കിന് വരണ്ട. നമ്മളും കുട്ടിക്കാലത്ത് പലതും കഴിച്ചിട്ടുണ്ട്. അവൻ കഴിച്ചു വെച്ചിട്ട് എന്താ പ്രശ്നം? ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും വേണം പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊടുത്തു. ഇവിടെ എന്തൊക്കെ തെറ്റിതിന് നീ വെറുതെ രാവിലെ തന്നെ അടി ഉണ്ടാക്കാൻ വരികയാണ്. ഞാനേ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അവർക്ക് ഇത് വല്ലതും മനസ്സിലാവും. അവസാനം ആരാ? വില്ലൻ ഞാനാണ്. എനിക്ക് മടുത്തു, ഞാൻ പോവാ. അവൾക്ക് മാത്രല്ല, എനിക്കും മടുത്തിട്ടുണ്ട്. കുറെ കാലമായി അത് കാണുന്നു. വെറുതെ കച്ചറ ഉണ്ടാക്കാൻ രാവിലെ തന്നെ വരികയാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഞാനേ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പലതരമുള്ള ഫുഡ് ഉണ്ടാക്കില്ലേ, അത് ഞാൻ നിർത്തി. നിങ്ങൾക്ക് വേണമെങ്കിലേ നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ. ഞാൻ എൻ്റെ കുട്ടികൾക്കുള്ള മാത്രമേ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ നീ എന്താ ഉണ്ടാക്കരുത്? ഒരു ഉണക്ക സാമ്പാറും ഒരു അവിഞ്ഞ അവിയലും ഇതൊക്കെ കഴിച്ച് എനിക്കും മടുത്തിട്ടുണ്ട്. ഞാൻ ആ രാമേട്ടന്റെ കടയിൽ പോയിട്ട് വല്ലതും കഴിച്ചു വരാം. എൻ്റെ നരകത്തിലായിപ്പോയില്ലോ ഈ ജീവിതം. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ചെറുപ്പകാലത്തിൽ എന്തൊക്കെ മോഹങ്ങളുണ്ടായിരുന്നത് ഒക്കെ തൊലഞ്ഞു. എൻ്റെ ജീവിതം തന്നെ മടുത്തു. ഹലോ, ഇത് ശ്യാമിൻ്റെ അമ്മയല്ലേ? ഞാൻ അയൽവക്കത്തുള്ള ഉഷയാണ്. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണം കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും ശ്യാമും മാരും ഭയങ്കര അടിയാണ്. ശ്യാമേട്ടൻ അവിടെ ഇല്ലേ? ഓ, രാവിലെ തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി 4 കാലമോ വരാഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ഇപ്പോഴും കൂടിയൊക്കെ ഉണ്ടല്ലേ? ഓ, അതിനൊന്നും ഒരു കുറവുമില്ല. എൻ്റെ യോഗം. ശ്യാമേട്ടൻ വരുന്നു. മാലു, ഇതിലുണ്ടായിരുന്ന പൈസ എവിടെ? അത് ഞാൻ എടുത്താണ്ട് വിഴുങ്ങി. നീ വിഴുങ്ങിയതല്ലേ? അത് പുറത്തേക്ക് അടിക്കാളെ വഴി ഇടിക്കാറേ. അങ്ങോട്ട് വാ. ഞാനവിടെ പോട്ടെ, എന്തൊക്കെ ഉണ്ടാവും അറിയില്ല. ഇന്നവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ ഈശ്വരാ. നിന്നോട് ആരാ എന്റെ പേഴ്സിന്ന് പൈസ എടുക്കാൻ പറഞ്ഞത്? എന്നോട് ചോദിക്കാതെ. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു. നിന്റെ ഒരു ആവശ്യം? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നാണം കെട്ടിട്ടാ വരുന്നേ. എന്ത് നാണക്കേട്? അപ്പൊ നിങ്ങക്ക് ഫ്രണ്ട്സിനെ കൊണ്ടിട്ടേ ബാറ് പോണത് നാണക്കേടില്ലേ? മാലു, ഇത് എന്റെ ഇഷ്ടം. നീ വല്ലാണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. അതിന് ആരും ഇടപെടുന്നു? നിങ്ങളൊന്നും ഈ ജന്മത്തിൽ നന്നാൻ പോണില്ല. ഞാൻ പൈസ എടുത്തതേ വേറെ ഒന്നിനല്ല, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനാ. സത്യം പറയാം മാലു, നീ എന്തിനാ പൈസ എടുത്തത്? ബില്ല് അടയ്ക്കാനാണോ? എന്താ നിങ്ങക്ക് സംശയം? ബില്ല് അടയ്ക്കാൻ തന്നെയാ. ബില്ല് 2 ദിവസം മുന്നേ ഞാൻ അടച്ചിട്ടുണ്ട്. ഇനി നിനക്ക് വല്ലതും പറയാണ്ടോ? ആ, അതിപ്പോ എന്റെ കൂട്ടുകാർക്ക് ഒരു അത്യാവശ്യം വന്നപ്പോ ഞാൻ തൽക്കാലം കൊടുത്തതാ. അതിപ്പോ അത്ര ഒരു കാര്യമൊന്നുമില്ല. ഈശ്വര, എന്നവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കുമല്ലോ. ഗോകുലൊന്നൂടെ വാടാ. അമ്മ, എന്താ പ്രശ്നം? എന്തമ്മ, എന്താ അവിടെ ഒച്ചവിളി കേൾക്കണ്ടല്ലോ? ഇന്നവിടെ ഒരു കൊല നടക്കും. എളുപ്പം ചെല്ലടാ അങ്ങോട്ട്. കൊലയോ? എന്തോ പ്രശ്നം? ഞാൻ തന്നെ പോണപ്പോ അങ്ങോട്ട്. നമുക്കല്ല തണ്ടും തടിയൊക്കെ ഇല്ലടാ. ഒന്നാണ് ചെല്ലെളുപ്പേ. ഓ പിന്നെ, അയാൾക്ക് പ്രാന്താണ്. എനിക്ക് വേറെ പണിയുണ്ട്. കുറെ കാലമായി അത് ക്ഷമിക്കണം. നിന്നെ ഞാൻ എന്നെ തല്ലാനായോ? നിന്നെ ഞാൻ ശരിയാക്കി തരാട്ടോ. നിന്നെ കാണിച്ചരാ. വെറുതെ വിടില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ബസ്സിറങ്ങി അവിടുന്ന് കിട്ടാൻ എത്ര എന്തൊരു ബുദ്ധിമുട്ടാ. ഒരു വണ്ടി പോലും കിട്ടാനില്ല. എനിക്ക് നടക്കാൻ വയ്യാണ്ടേ. ആ, നിങ്ങളെത്തിയോ? ആ, ഞങ്ങൾ ഇങ്ങോട്ട് വരണ വഴിയാ. ഞങ്ങൾ രാവിലെ പോന്നതാണ്. ബസ് ഇറങ്ങിയിട്ട് എത്ര ദൂരം നടക്കാൻ വയ്യാതെയായി. അവിടെ ശ്യാമേട്ടനും മാലിച്ചേച്ചി എപ്പോ അടി. അവരെ കൊണ്ട് കുടുങ്ങി ഞങ്ങള്. അടിയൊക്കെ ഞങ്ങൾ ശരിയായിക്കോളാം. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ.
നിങ്ങളെന്താ പെട്ടെന്ന് വിളിക്കേണ്ട വന്നത്? വിളിച്ചിട്ടൊക്കെ വേണം വരാൻ. നിങ്ങളെ കാണാൻ തോന്നി, അപ്പോഴും പോന്നു. അമ്മക്കുട്ടി ഇവിടെ എന്തൊക്കെ വിശേഷം? ഇവിടെ അച്ഛൻ അമ്മി ഫുൾ ടൈം അടിയാ. അമ്മോ ഇങ്ങട് വാ. കുട്ടി പറയുന്ന കേട്ടില്ലേ, ഇവിടെ നല്ല അടിയാ. ശരിയാണ്. നമ്മളിവിടെ വന്നിട്ട് 2 ദിവസമായി. എല്ലാ ദിവസവും രാവിലെ കഞ്ഞിയാ. എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല. ശരിയാണ്, എനിക്ക് കഞ്ഞിയൊന്നും ഇഷ്ടാവണില്ല. അല്ല, ഇവിടെ ദോശക്കുള്ള അരിയൊന്നും അരയ്ക്കാറില്ലേ? ഇവിടുത്തെ മിക്സിയും ഗ്രൈൻഡറൊക്കെ കേടാണ്. ഞാൻ കുറെ ദിവസം ശ്യാമേട്ടനോട് പറഞ്ഞിട്ട് ഇതുവരെ നന്നാക്കാൻ കൊണ്ടുപോയിട്ടില്ല. അല്ല, അപ്പൊ ഇവിടെ അമ്മി ആട്ടല്ലൊന്നും ഇല്ലേ? അമ്മി ആട്ടുകല്ലൊക്കെ ഉണ്ട്, പക്ഷെ ആരെ കൊണ്ട് അതിലൊക്കെ അരയ്ക്കാനാവുക? അതൊന്നും ശരിയാവില്ല. ശ്യാമന്റെ അച്ഛന് ദോശ ഇഡ്ഡലിയൊക്കെ വേണം. അതിപ്പോ മിക്സിയും ഗ്രൈൻഡറൊന്നും ഇല്ലല്ലോ, ഞാനെന്താ ചെയ്യാ? നിനക്കെന്താ കയ്യിന് വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് ആട്ടുകല്ലിൽ അരച്ചൂടെ? ഞാൻ പണ്ടൊക്കെ ആട്ടുകല്ലിലും അമ്മിയിലൊക്കെ അരച്ചിട്ടുണ്ട്. അങ്ങനെയാവണം പെണ്ണുങ്ങള്. പാവം എന്റെ ശ്യാമൻ. പാവം ശ്യാമൻ. ബാക്കിയുള്ളവരെന്താ 10 ആൾക്കാരെ കൊന്നിട്ടുണ്ടോ? ഓ, കുറ്റല്ല ശ്യാമൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ ഈ ജീവിതം ഇങ്ങനെ ആട്ടുകല്ല് അരച്ച് തീരും. ഓരോരുത്തർക്കുള്ള ഓർഡർ ഇട്ടാൽ മതി. ദോശയില്ലേ, ഇഡ്ഡലി ഇല്ലേ, ഇവിടെ ഒരു ഗ്രൈൻഡർ ഇല്ല, ഒരു മിക്സി ഇല്ല. ആർക്കൊക്കെ വല്ല വിചാരം ഉണ്ടോ? ഒരാളെ വിളിച്ച സഹായത്തിന് വിളിച്ച പിന്നാലെ ഓടി വന്നോ. ഷോ, ഞങ്ങൾ മാത്രമായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മാത്രം അരച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അച്ഛനമ്മയും കൂടി ഇല്ലേ, അവരെങ്കിലും മനസ്സിലാക്കണ്ടേ ഇവിടെ ഗ്രൈൻഡറും മിക്സിയും ഒന്നും ഇല്ലാന്ന്. ഇതിപ്പോൾ എത്ര വെച്ചിട്ട് അരയ്ക്കുക? എനിക്ക് വടുത്തു. അതിൻ്റെ ഒരു അമ്മയുടെ ഒരു ഡയലോഗ്, ഞങ്ങളൊക്കെ പണ്ടേ ആട്ടുകല്ല അരച്ചിരുന്നത്, ആ കാലൊക്കെ മാറിയില്ലേ, ഇപ്പൊ ഗ്രൈൻഡറും മിക്സിയൊക്കെ അല്ലേ. ഷോ, എന്റെ വീട്ടിൽ വന്നപ്പോ ഞാനൊരു കമന്ന പ്രാവിലെ മോനും മലത്തിട്ടിട്ടില്ല. എന്റെ ഒരു യോഗം. ദേ അമ്മായി, അമ്മായി എന്നാ വിളിക്കാണ്ട വന്നേ? നീ വിളിച്ചിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ. എന്റെ അമ്മായി വന്നു. അമ്മായി അകത്തേക്ക് വരൂ. ഓ, ഒരമ്മായി. ഇതിൽ ഉപ്പുമില്ല, മുളകുമില്ല. മാലു, നിനക്ക് കുക്ക് ചെയ്യാനൊന്നും വയ്യേ? മാളുവിനെ കുറ്റം പറയൊന്നും വേണ്ട, ഇതിന് നല്ല സ്വാദുണ്ടല്ലോ. ഈ പറയണ സാധനമൊന്നുമില്ല, പിന്നെ വിശപ്പുകൊണ്ട് കഴിക്കണമെന്ന് മാത്രം. എന്നിട്ട് എല്ലാരും നന്നായി കഴിക്കണ്ടല്ലോ. കുറ്റല്ല എന്റെ ശ്യാമൻ ഇങ്ങനെ ക്ഷീണിച്ചു കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്യാമന് നല്ല തടിയാണല്ലോ. മനസമാധാനത്തോടെ ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കില്ല. സാർ, നിന്റെ അമ്മ തീരെ ശരിയല്ല. ഞാനല്ല, നിങ്ങളുടെ മാലു തന്നെയാ ശരിയല്ലാത്തത്. എന്റെ മാലുവിന്റെ കഷ്ടകാലം. ശ്യാമേ, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിന്റെ വല്യമ്മാമയ്ക്ക് എന്തൊരു ആഗ്രഹമായിരുന്നു മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. നീയായിട്ടൊക്കെ തൊളിച്ചില്ലേ, നീ എന്നെ അനുഭവിച്ചോ. എന്റെ മാലുവിന് നിന്നെ പോലെ ഒരു തന്നെയാണല്ലോ കിട്ടിയത്. ഓ, ഞാൻ വിശന്നിട്ടാ വന്നു. എന്റെ വയറ് തന്നു, എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടത്. ശ്യാമ, നിന്റെ അച്ഛന് ചക്കക്കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചക്ക ഇട്ടുതാ. അമ്മ നടന്നോളൂ, ഞാനവിടെ വരാം, ഞാൻ ഇട്ട് തരാം. ശരി. ദേ, ആ പ്ലാവുമ്മലത്തെ ചക്കയാ നല്ലത്. അതാണ് നല്ലത്, സ്വാദുണ്ടാവുക. ഏതുമത്തെ ഇതുമത്തെയോ? അമ്മായി, അതുമത്തെ ചക്ക നന്നല്ല, ഇപ്പുറത്തെ ചക്കയാ നല്ലത്. അതൊന്നും ഇടാൻ പറയൂ അമ്മായി. ആണോ? അത് ഞാൻ ഏറ്റു. അതുമലത്തെ ചക്ക നന്നല്ല, ഇതുമലത്തെ ഇട്. ഇതുമത്തെയാണോ? ആരാ പറഞ്ഞത് ഇതുമലത്തേനാണ് സ്വാദ് കൂടുക? ഇത് കുറെ ഞാൻ കഴിച്ചതാ, അതിനൊരു സ്വാദും ഇല്ല. ആമാ, അതുമലത്തെ ഇട്. പറ്റില്ല, ഇന്ന് ഞാനാ കൂട്ടാൻ വെക്കണത്. ഇതുമലത്തെ ഇട്ടാ മതി. എന്റെ മാലുവിനും ഇഷ്ടേ ഈ പ്ലാവിന്റെ ചക്കയാ. അതുകൊണ്ടേ അതിട്.
നീ എൻ്റെ മോനാണെച്ചാ ഇതൊന്ന് ചക്കയിട്ടാ മതി. അതുമലത്തെ ചക്കയിട്ട എന്നെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളേതാ ചെട്ടോ? നിങ്ങൾ ആരോടെ സംസാരിക്കണത്? ശ്യാമേട്ടനൊക്കെ പോയി. ആ പോയോ? ഇന്ന് ചക്കക്കൂട്ടല്ല. ആർക്ക് വേണം ചക്ക? അല്ല, ശ്യാമും മാലൊക്കെ ഇപ്പം നന്നായി തോന്നണ്. പോലെ ഒച്ചൊന്നും കേൾക്കാല്ല. ഇപ്പം വന്നോരായി അടി. അമ്മ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ അമ്മേനല്ലേ അവരെ വിളിച്ചു വരുത്തിയതേ. ഇപ്പൊ അതൊരു പണിയായില്ലേ? ഷോ, ഇവരുടെ അടിപിടി കാണുമ്പോഴാണ് ഈ അടിപിടി മറ്റുള്ളവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മനസ്സിലായത്. ഓ, ഇപ്പോഴാണ് ഞാൻ ഈ അടിപിടീൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കണത്. ഒന്നും വേണ്ടിയിരുന്നില്ല. മാലു, എന്താ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. നമ്മുടെ ജീവിതം ഇപ്പം എങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ? നീ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്ത് സന്തോഷമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എത്ര ആഘോഷങ്ങളെല്ലാം നമ്മൾ എന്ത് ഗംഭീരാക്കി കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെ മാലും നമുക്ക് പഴിച്ചേ. എൻ്റെ അടുത്ത് കുറേ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അല്ല, തെറ്റെൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ശ്യാമേട്ടനും ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ല. എവിടെ വെച്ചാൽ മാലു നമുക്ക് തെറ്റ് പറ്റിയത്? എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എല്ലാ ദിവസവും നമ്മൾ അടി കൂടുന്നു. കുട്ടികൾ പാവം ഇതൊക്കെ കണ്ട് വിഷമിച്ച് അവരിങ്ങനെ ജീവിക്കണം. ഒരു വേള നമ്മൾ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് മാലു, ഇനി നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് മുന്നിലേക്ക് പോകണം. ഞാൻ നിനക്ക് വാക്ക് തരാണ്, ഇനി ഞാൻ കുടിക്കില്ല. കഴിഞ്ഞതൊക്കെ പോട്ടെ ശ്യാമേട്ട, ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം. ഇനി നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവണം. മാലു, ഇനി നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് മുന്നിലേക്ക് പോകണം. അത് നീ എൻ്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും. അതെ, ശ്യാമന്റെ മാലുവിന്റെ പിണക്കങ്ങളൊക്കെ മാറി. ശരിയാണ്, അവര് പറയണതൊക്കെ ഞാൻ കേട്ടു. പിന്നെ അവര് കെട്ടിപ്പിടിച്ചു. ഈശ്വരാ, സന്തോഷായി. ഇനി നമ്മുടെ ആവശ്യമില്ല ഇവിടെ. ഇനി നമുക്ക് സമാധാനമായിട്ട് പോവാം. ഇനി ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്. എന്താ കാര്യം? മോളെ, നിന്റെ അമ്മായിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരണയാൾ മുന്നേ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞങ്ങൾ നിന്റെ അമ്മായിനെ വിളിച്ചിട്ട് എല്ലാം സംസാരിച്ചു. എൻ്റെ അമ്മായിയാണ് ഞങ്ങൾക്ക് ബുദ്ധി പറഞ്ഞത്. ആ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് അടിപിടിയൊക്കെ ഉണ്ടാക്കിയില്ലേ? നിങ്ങൾ തമ്മിലുള്ള ഈ അടിപിടിയൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾക്ക് നന്നാവാൻ തോന്നിയത്? അതിനു വേണ്ടിയിട്ടാണ് ഞാനും അമ്മായിയൊക്കെ അടിയുണ്ടാക്കിയത്. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അപ്പന് യാത്രയില്ല കേട്ടോ. അമ്മ, മാലി ചേച്ചിന്റെ അമ്മായി ശ്യാമേട്ടന്റെ അച്ഛനും അമ്മയും ഒക്കെ പോയി. നമ്മള് രക്ഷപ്പെട്ടമ്മ. ആണോ? സമാധാനായി. ഇനിയെങ്കിലും ഒരു സമാധാനമായിട്ട് ജീവിക്കാലോ അവിടെ. നിന്റെ അമ്മായിന്റെ തലേന്നാണ് ഈ ബുദ്ധിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അമ്മായിനെ മാത്രം ഒന്നും കുറ്റം പറയണ്ട. അച്ഛനും അമ്മ എന്താ മോശമുള്ളത്? അവരെന്താ ചെയ്തിട്ടുള്ളത്? അവരെന്താ വെച്ചാൽ അവരേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അമ്മായി പാവം അമ്മായി കഷ്ടപ്പെട്ടാണ് പോയത്. നിന്റെ അമ്മായിയാണ് ഈ ബുദ്ധിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈയടാ, അമ്മായിനാണ് കുറ്റം പറയുന്നത്. നിന്നെ കൂട്ടി ഞാൻ തൂത്തു. എന്റെ അച്ഛനമ്മേനെ പറഞ്ഞ മോഹൻ ഞാൻ അടിച്ചു ഓടിക്കും. ഞാൻ തിരിച്ചടിച്ചു. നീ തിരിച്ചടിക്കോ? അടിച്ചു. മാലു, ഞാൻ കുറെ കാലമായിട്ട് നിന്നോട് പറയുന്നുണ്ട്, നീ വീണ്ടും വീണ്ടും അമ്മ